ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഉപ്പിലിട്ട മാങ്ങ ചമ്മന്തി. അടുത്തത് ബീൻസും ക്യാബേജും കൂടെ മെഴുക്ക് പുരട്ടിയാണ്. അടുത്തതായിട്ട് മത്തി കറി വെച്ചതാണ്, മത്തിക്കറി. ഇനി ഒരു മത്തി വറുത്തതാണ്. ഇന്നത്തെ എൻ്റെ ലഞ്ചാണിത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ലഞ്ചിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കരിച്ചാളയാണ് കേട്ടോ. മത്തിയും ചാള അതല്ല, ഇത് കരിച്ചാള മത്തി എന്ന് പറയും, മുള്ളുള്ളതായിരുന്നു. ഒത്തിരി വർഷങ്ങളായി ഇത് കിട്ടിയിട്ട്. ഇപ്പോൾ ഇത് കിട്ടി കേട്ടോ, ഇച്ചിരി വലുതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കറിയുണ്ട്, തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ടൊരു കറി, പിന്നെ കുറച്ച് വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മെഴുക്കുവരട്ടി, ബീൻസ് ക്യാരറ്റ് ഒക്കെ ഒരു മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ ഉപ്പിലിട്ട 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചൊരു ഐറ്റമുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ കറിക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. അരമുറി തേങ്ങയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 4-5 ചെറിയ ഉള്ളിയാണ്. ഇത്രയാണ് അരച്ചെടുക്കുക. കറി ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു മാങ്ങ, പച്ചമാങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുക, മൂടി വെച്ച് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക. തിളച്ച് വരട്ടെ. ഇവിടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വറ്റി വരണം. മൂടി വെച്ച് കൊടുക്കും. നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. വലിയ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലിരുന്ന് കുറച്ചും കൂടി ഇനി വറ്റും. ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള, ഇത്രയും നമ്മളിതിലേക്ക് ചതച്ച മുളകാണ്, ഒരു 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മുളകൊക്കെ മുളക് വന്നിട്ടുണ്ട്. ഇത്ര നമുക്ക് ബീൻസും ക്യാരറ്റും കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് വെള്ളം, ബീൻസ് ഒന്ന് വെന്തെടുക്കണം, കുറച്ച് മതി. ഇതിനെ നമുക്ക് മൂടിയിട്ട് വെക്കാം, എന്ത് പറ്റി വരട്ടെ. മെഴുക്ക് വരട്ടി വെള്ളം എല്ലാം വറ്റി റെഡിയായി വന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉപ്പിലിട്ട മാങ്ങയുടെ ഐറ്റമാണ്. അപ്പോൾ മാങ്ങ ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പിലിട്ട മുളകാണ് 2 എണ്ണം, പിന്നെ ഒരു 4 ഉണക്കമുളകുണ്ട്, ഒരു 10-12 ചെറിയ ഉള്ളിയുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഉപ്പ് ചേർക്കേണ്ട, നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ടതില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ഇത് ഇട്ട് വെച്ചിരുന്ന ഉപ്പ് വെള്ളം. മാങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ. ടേസ്റ്റ് എന്നറിയാമോ, ചോറ് കഴിക്കുക ഇത് മാത്രം മതി കേട്ടോ, മീൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ ചമ്മന്തി, ഉപ്പ് മാങ്ങ ചമ്മന്തി. ഒരു മാങ്ങയിട്ട ഉപ്പിലിട്ട മാങ്ങ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തായിട്ട് മീൻ വറുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കൊച്ചു മീനും റെഡി ആയിട്ടുണ്ട് കേട്ടോ.